ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു 8085 മൈക്രോ പ്രോസസ്സറാണ്. നമ്മളിതിൻ്റെ മുമ്പ് ക്ലാസ് എടുത്ത് നിർത്തിയത് മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻട്രൊഡക്ഷനും എന്താണ് മൈക്രോ പ്രോസസ്സർ എന്നും മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു 8085 മൈക്രോ പ്രോസസ്സറാണ്. ഇതുവരെ മൈക്രോ പ്രോസസ്സർ എന്താണെന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു. Intel 8085A is an 8-bit general purpose microprocessor introduced by Intel in 1977. ഈ 8085Aനെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് 8085 എന്നാണ്. മൈക്രോ പ്രോസസ്സർ 8085 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ബിറ്റ് ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സറാണ്. ഇത് ഇൻ്റൽ 1977 എന്ത് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് 8080ൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് 8085 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ. ഓക്കെ, അതുണ്ടായിരുന്നത് 8080 ആയിരുന്നു. അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് 8085 എന്നുള്ള മൈക്രോ പ്രോസസ്സർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാഷിംഗ് മെഷീൻ, മൈക്രോ ഓവൻ, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ എക്സെട്ര. അപ്പം ഈ 8085 എന്നുള്ള ഇത് യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ, അതുപോലെ തന്നെ ചില വാഷിംഗ് മെഷീനുകളിൽ, ചില മൈക്രോവേവ് ഓവൻസിൽ, അതേപോലെ തന്നെ മൊബൈൽ ഫോണിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെന്ത് ചെയ്യുക, 8-ബിറ്റ് ഡാറ്റാ ബസ്സാണ്, അതേപോലെ തന്നെ 16-ബിറ്റ് പ്രോഗ്രാം കൗണ്ടർ ആൻഡ് 16-ബിറ്റ് സ്റ്റാക്ക് പോയിൻ്ററാണിത്. അപ്പോൾ 8085 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ബിറ്റ് ഡാറ്റാ ബസ് ഉണ്ട്, ഇതിൽ 16-ബിറ്റ് പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, 16-ബിറ്റ് സ്റ്റാക്ക് പോയിൻ്ററും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡാറ്റാ ബസ് എന്താണ്, പ്രോഗ്രാം കൺട്രോളർ എന്താണ്, സ്റ്റാക്ക് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈക്രോ പ്രോസസ്സറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ഡാറ്റാ ബസ് 8-ബിറ്റ് ഡാറ്റാ ബസ്സാണ്, 16-ബിറ്റ് പ്രോഗ്രാം കൗണ്ടറും 16-ബിറ്റ് സ്റ്റാക്ക് പോയിൻ്ററാണ് 8085 മൈക്രോ പ്രോസസ്സറുള്ളത്. ഇതിൽ അതേപോലെ തന്നെ 16-ബിറ്റ് അഡ്രസ് ബസ് ഉണ്ട്, വിച്ച് ക്യാൻ അഡ്രസ് അപ് ടു 64 കിലോബൈറ്റ് ഓഫ് KB ഓഫ് മെമ്മറി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 664 KB ഓഫ് മെമ്മറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, 8085 മൈക്രോ പ്രോസസ്സർ +5 വോൾട്ടാണ് പവർ ഇത് റിക്വയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് 8085 മൈക്രോ പ്രോസസ്സർ റിക്വയർ +5 വോൾട്ട് പവർ സപ്ലൈയിലാണ്. 5 പവർ സപ്ലൈ വോൾട്ട് +5 വോൾട്ട് പവർ സപ്ലൈയിലാണ് എന്ത് ചെയ്യുന്നത്, 8085 മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്. എല്ലാ ഡിവൈസിനും പവർ കൊടുക്കണം, അതേപോലെ തന്നെ ഇതിനെന്ത് ചെയ്യണം, പവർ +5 വോൾട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ക്ലോക്ക് സ്പീഡ് ഈസ് 3 MHz. MHz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ ഹെഡ്സ് ആണ്, 3 മെഗാ ഹെഡ്സ് ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് 14 പിൻസ്. ഇതിലെന്തുണ്ട്, 40 പിൻ എന്ത് ചെയ്യുന്നത് ഇതിലുണ്ട്. ഇതിൻ്റെ 40 പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മളെ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ താഴെ കണ്ടില്ലേ ഓരോ ലെഗുകൾ കണ്ടില്ലേ, അതാണ് പിന്ന് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 40 പിന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിനുണ്ടാവുക. അങ്ങനെ ഓരോ പിന്നിനും എന്താണ് ഫങ്ഷൻ എന്നുള്ളതും എന്താണ് അതിൻ്റെ ആവശ്യങ്ങൾ എന്നുള്ളതും വിശദമായിട്ട് എന്തുണ്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിന്ന് ഓരോന്നും എന്താണെന്നുള്ളതൊക്കെ ഇതിൻ്റെ പിൻ ഡയഗ്രം പറയുന്നുണ്ട്, മൈക്രോ പ്രോസസ്സറിൻ്റെ പിൻ ഡയഗ്രം പറയുന്നുണ്ട്. അപ്പോൾ പിൻ ഡയഗ്രത്തിലും വിശദമായിട്ട് എന്തുണ്ടാവും ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോ പ്രോസസ്സർ 8085ൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്താണ്, 1977 8085 എന്നുള്ള മൈക്രോ പ്രോസസ്സർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 8-ബിറ്റ് ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സറാണ് ഇത്. ഇൻ്റൽ 8080ൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ്. അതേപോലെ തന്നെ ഇതിനെന്തുണ്ട്, 8-ബിറ്റ് ഡാറ്റാ ബസ്, 16-ബിറ്റ് പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, 16-ബിറ്റ് സ്റ്റാക്ക് പോയിൻ്റർ, 16-ബിറ്റ് അഡ്രസ് ബസ് ഉണ്ട്. അതേപോലെ തന്നെ വി ക്യാൻ അഡ്രസ് അപ് ടു 64 KB ഓഫ് മെമ്മറി. അതേപോലെ തന്നെ +5 വോൾട്ടിലാണ് മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യുന്നത്, 8085ൻ്റെ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മെഗാ ഹെഡ്സ് ആണ് ഇത്. അതേപോലെ തന്നെ ഇതിനെന്തുണ്ട്, 40 പിന്നാണ് ഇതിന് വരുന്നത്. ഓക്കെ,
ദ ഓപ്പറേഷൻസ് ഓഫ് മൈക്രോപ്രൊസർ യൂണിറ്റ് ഇൻക്ലൂഡ്സ്. ഒരു മൈക്രോപ്രൊസറിൻ്റെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മെമ്മറി റീഡിങ്, മെമ്മറി റൈറ്റിങ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ, അതേപോലെ തന്നെ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് എന്ത് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്തുണ്ട് യൂസ് ചെയ്യുന്നത്. അത് അതിൻ്റെ മെയിനായിട്ടുള്ള ഓപ്പറേഷൻസ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് എ മൈക്രോപ്രൊസർ യൂണിറ്റ് വിത്ത് പെറിഫറൽ ഡിവൈസ് ഇൻവോൾവ്. പെറിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ഇതിനൊക്കെ വരും. നമ്മൾ പെറിഫറൽ ഡിവൈസ് എന്നാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലേ, അതിനൊക്കെ നമ്മൾ പെറിഫറൽ ഡിവൈസസ് എന്നാണ് പറയാം. ഐഡൻറ്റിഫൈങ് പെറിഫറൽസ് ഓർ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷന് പെറിഫറൽ ഡിവൈസൊക്കെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, ഡാറ്റാസ്, അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B, എയും ബിയും പ്ലസ് ചെയ്യാന്നില്ല, പ്ലസ് എന്നില്ല, അല്ല അത് ഇൻസ്ട്രക്ഷനാണ്, അഡീഷന്. അതേപോലെ തന്നെ ഡാറ്റാസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ടൈം ആൻഡ് സിൻക്രണൈസേഷൻ ഓഫ് സിഗ്നൽസ്. അപ്പോൾ അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇന്ന ടൈമിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാന്നില്ല. അതേപോലെ തന്നെ സിഗ്നൽസ് എന്ത് ചെയ്യുക, സിൻക്രണൈസേഷൻ ചെയ്യുക, സിൻക്രണൈസ് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസായിട്ട് എന്ത് ചെയ്യുക, അത് സിൻക്രണൈസ് ചെയ്യുക, മെമ്മറി, അങ്ങനത്തെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് മൈക്രോപ്രൊസർ പെറിഫറൽ ഡിവൈസ് അയച്ച് വരുന്നത്. ഓക്കെ, അതായത് പെറിഫറൽ ഡിവൈസിൽ നിന്ന് അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യുക, അത് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡാറ്റാസ് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. എന്നൊക്കെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ പെറിഫറൽ ഡിവൈസ് ആയിട്ടുള്ള ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അടുത്തതായി 8085 ബസ് ഓർഗനൈസേഷനാണ്. 8085ൻ്റെ ബസ് ഓർഗനൈസേഷനാണ് വരുന്നത്. ഓക്കെ, ദ മൈക്രോപ്രൊസസ്സർ യൂസേഴ്സ് 3 സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് കോൾഡ് ബസ്. മൈക്രോപ്രൊസറിൽ 3 സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഉണ്ട്. 3 സെറ്റ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻസിനെയാണ് എന്ത് പറയുന്നത്, ബസ് എന്ന് പറഞ്ഞത്. ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻസിനെ നമ്മൾ എന്താണ് ബസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 3 സെറ്റ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ് ഇതിലുള്ളത്. അതിനെ നമ്മൾ എന്താ പറയുക, ബസ്. അപ്പോൾ 3 സെറ്റ് ബസ്സാണ് ഇതിലുള്ളത്. ബസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ടു ക്യാരി ഇൻഫർമേഷൻ. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ് അത് യൂസ് ചെയ്യുന്നത് ടു ക്യാരി ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാനൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബസ് എന്ന് പറഞ്ഞത്. ഓൾ ദ പെറിഫറൽ ഡിവൈസ് ആർ കണക്റ്റഡ് ടു മൈക്രോ പ്രൊസസ്സർ ത്രൂ ബസ്. ഓൾ പെറിഫറൽ ഡിവൈസസ് കണക്റ്റഡ് ടു മൈക്രോ പ്രൊസസ്സർ ത്രൂ ദ ബസ്. പെറിഫറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആളൊക്കെ എന്ത് ചെയ്യാം, ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് വഴി ബസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോ പ്രൊസസ്സറായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു 3 സെറ്റ് എന്ത് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ദർ ആർ 3 ടൈപ്പ് ഓഫ് ബസ്സസ് അല്ലേ. 3 ടൈപ്പ് ബസ് ഉണ്ട്. എന്ത്, അഡ്രസ് ബസ്, ഡാറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഇതിൽ എന്തുണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട് ആൻഡ് കൺട്രോൾ ബസ് ഉണ്ട്. ഓക്കെ, അഡ്രസ് ബസ്, ഡാറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്, ഇങ്ങനെ 3 വിധത്തിലുള്ള ബസ്സുകളാണ് ഇതിൽ വരുന്നത്. അത് എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡയഗ്രാമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കാം. ഈ സൈഡിൽ 8085 മൈക്രോ പ്രൊസസ്സറാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ അഡ്രസ് ബസ് A0 മുതൽ A15 വരെ, അതതിൻ്റെ പിന്നാണ്. നമ്മൾ പറഞ്ഞില്ലേ 40 പിന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൽ A0 മുതൽ A15 വരെയുള്ള പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ബസ്സാണ്. ഈ അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡയറക്ഷനാണ്. അപ്പോൾ ഇനി അഡ്രസ് ബസ് എന്താണെന്നും ഡാറ്റ ബസ് എന്താണ്, കൺട്രോൾ ബസ് എന്താണെന്നുള്ളതൊക്കെ നമ്മളിത് വിശദമായിട്ട് നമ്മളിത് പറയുന്നുണ്ട്. A0 to A15 വരെയുള്ളതാണ് നമ്മൾ അഡ്രസ് ബസ് എന്ന് പറഞ്ഞത്. ഇതെന്താണ്, യൂണി ഡയറക്ഷനിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയാൽ മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡാറ്റ ബസ്സാണ്. ഡാറ്റ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D0 മുതൽ 15 വരെയുള്ള പാർട്ടാണ് എന്ത് പറഞ്ഞത്, ഡാറ്റ ബസ് എന്ന് പറയുന്നത്. 0 മുതൽ 15 വരെയുള്ള പാർട്ടാണ് എന്ത് പറയുന്നത്, ഡാറ്റ ബസ് എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്, കൺട്രോൾ ബസ് വരുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് ബസ് ഓർഗനൈസേഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ,
ഇനി എന്താണ് അഡ്രസ് ബസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് വിച്ച് ക്യാരി അഡ്രസ് ഓൺലി. ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻസിന് അഡ്രസ്സ് മാത്രം, ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻസിൽ അഡ്രസ്സ് മാത്രമേ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ലൈൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, അഡ്രസ് ബസ് എന്ന് പറയുന്നത്. അഡ്രസ് ബസ് ഈസ് എ യൂണി ഡയറക്ഷണൽ ബസ്, യൂണി ഡയറക്ഷണൽ ബിക്കോസ് ഡാറ്റ ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി ഡയറക്ഷനിലാണ്, ബിക്കോസ് ഡാറ്റ ഒരു ഡയറക്ഷനിൽ മാത്രം എന്താവുള്ളൂ, ഇതിൽ ഫ്ലോ ചെയ്യുള്ളൂ. ഡാറ്റ ഫ്ലോ ഫ്രം മൈക്രോ പ്രോസസ്സർ ടു പെറിഫറൽ ഡിവൈസസ് ഓൺലി. അപ്പോൾ വൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിന് പെറിഫറൽ ഡിവൈസസിലോട്ട് മാത്രമേ എന്താവുള്ളൂ ഇതിൽ ഡാറ്റ പാസ് ചെയ്യുള്ളൂ. അതാണ് ആ വൺ ഡയറക്ഷൻ. That is, data flow from microprocessor to memory or from microprocessor to input output devices. അതായത് ഒന്നുകിൽ മൈക്രോ പ്രോസസ്സർ മുതൽ മൈക്രോ പ്രോസസ്സറിന് മെമ്മറിയിലോട്ട്, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട്. ഇങ്ങനെ ഒരു ഇത് മാത്രമേ നടക്കുള്ളൂ. വൺ ഡയറക്ഷൻ അറ്റ് എ ടൈം എന്നല്ല, മൈക്രോ പ്രോസസ്സറിന് മെമ്മറിയിലോട്ടും അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലോട്ട്. ഈ ഒരു യൂണി ഡയറക്ഷനിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യൂണി ഡയറക്ഷണൽ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 8085 മൈക്രോ പ്രോസസ്സർ അഡ്രസ് ബസ് 16 ബിറ്റാണ്. ഓക്കെ, 16 നമ്മൾ പറഞ്ഞു, 16 ബിറ്റ് അഡ്രസ് ബസ്സാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അത് നോക്കിയാൽ A0 മുതൽ A15 വരെയുള്ള 16 ബിറ്റാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. അതോ A0 മുതൽ A15 വരെയുള്ള ലെഗ്സ് ആണ് എന്ത് പറയുന്നത്, അഡ്രസ് ബസ് എന്ന് പറയുന്നത്. That means the microprocessor 8085 can transfer maximum 16 bit address. അപ്പോൾ നമുക്ക് മാക്സിമം 16 ബിറ്റ് അഡ്രസ്സേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ് ചെയ്യാൻ പറ്റുള്ളൂ. മൈക്രോ പ്രോസസ്സർ 8085-ന് മാക്സിമം 16 ബിറ്റ് അഡ്രസ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഫങ്ഷൻ ഓഫ് അഡ്രസ് ബസ് ഈസ് ടു ഐഡൻറ്റിഫൈ ദ പെറിഫറൽസ് ഓർ മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ അഡ്രസ് ബസ്സിൻ്റെ പർപ്പസ് എന്താണ്, ഫങ്ഷൻ എന്താണ്, ഐഡൻറ്റിഫൈ ദ പെറിഫറൽസ് ഓർ മെമ്മറി ലൊക്കേഷൻ. പെറിഫറൽസിനെയും മെമ്മറി ലൊക്കേഷനെയും നമ്മൾ എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അഡ്രസ് ബസ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻസാണ്, അതിലൂടെ അഡ്രസ്സ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ വെച്ചെങ്കിൽ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ലൈൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, അഡ്രസ് ബസ് എന്ന് പറയുന്നത്. അഡ്രസ് ബസ് യൂണി ഡയറക്ഷനിലാണ്, കാരണം വൺ ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ ഫ്ലോ നടക്കുള്ളൂ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മൈക്രോ പ്രോസസ്സർ മുതൽ നിന്ന് മെമ്മറിയിലോട്ട്, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലോട്ട്. ഓക്കെ, ഈ 8085 ഇതിൽ അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ബിറ്റ് അഡ്രസ് ബസ്സാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A0 മുതൽ A15 വരെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8085 മൈക്രോ പ്രോസസ്സറിന് മാക്സിമം 16 ബിറ്റ് അഡ്രസ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അഡ്രസ് ബസ്. അടുത്തത് എന്ത് ചെയ്യുക, ഡാറ്റ ബസ്. എന്താണ് ഡാറ്റ ബസ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് വിച്ച് ക്യാരി ഡാറ്റ ഓൺലി. ഇത് അതേപോലെ തന്നെ അഡ്രസ് ബസ് പറഞ്ഞ പോലെ തന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ്. ഇതിലൂടെ ഡാറ്റ മാത്രമേ എന്താവുള്ളൂ, പാസ് ചെയ്യുള്ളൂ. ഡാറ്റ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ബസ് പോലെയല്ല, ഇത് ബൈ ഡയറക്ഷണലാണ്. മറ്റേ യൂണി ഡയറക്ഷനിലാണ്, ഇത് ബൈ ഡയറക്ഷണലാണ്. ബിക്കോസ് ഡാറ്റ ഫ്ലോ ഇൻ ബോത്ത് ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിൽ എന്തുണ്ടാവും, ഡാറ്റ പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ബൈ ഡയറക്ഷനിലാണ് വരുന്നത്. That is, data flow from microprocessor to memory or input output device and from memory or input devices to microprocessor. മൈക്രോപ്രോസറിന് മെമ്മറിയിലോട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ടും പോകും. അതുപോലെ തന്നെ മെമ്മറിയിൽ നിന്നോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്ന് മൈക്രോ പ്രോസറിലോട്ടും പോകും. അവിടെ എന്ത് ചെയ്യുന്നു, മൈക്രോ പ്രോസറിന് മെമ്മറിയിലോട്ടും മൈക്രോ പ്രോസറിന് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് മാത്രമേ പോവുള്ളായിരുന്നു. ഇവിടെ എന്താണ്, മൈക്രോ പ്രോസറിന് മെമ്മറിയിലോട്ടും മൈക്രോ പ്രോസറിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ടും, അതേപോലെ തന്നെ മെമ്മറിയിൽ നിന്ന് മൈക്രോ പ്രോസറിലോട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് മൈക്രോ പ്രോസറിലോട്ട് എന്ത് ചെയ്യും, ഡാറ്റ ഫ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് ബൈ ഡയറക്ഷനിലാണ് ഡാറ്റ ബസ് എന്ന് പറഞ്ഞത്. ഗ്രൂപ്പ് ഓഫ് 8 ലൈൻസ് യൂസ്ഡ് ഫോർ 8 ബിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡാറ്റ ബസ് 8 ബിറ്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് 8 ലൈൻസ് യൂസ്ഡ് ടു ഡാറ്റ ഫ്ലോ. 8 ലൈൻസാണ് എന്ത് ചെയ്യുന്നത്, 8 ബിറ്റ് ലൈൻസാണ് 8 ലൈൻസാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതാണ് 8 ബിറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. ഫങ്ഷൻ ഓഫ് ഡാറ്റ ബസ് ഈസ് ടു ട്രാൻസ്ഫർ ബൈനറി ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഡാറ്റ ബസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബൈനറി ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഡാറ്റ അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യുക, മൈക്രോ പ്രൊസസ്സറിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലോട്ട്, അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ മെമ്മറിയിലോട്ട്, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ട്, എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സറിലോട്ട് എന്ത് ചെയ്യുക, ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റാ ബസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് നോക്കാം അല്ലേ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ബസ്സാണ്. ഓക്കെ, കൺട്രോൾ ബസ് വേരിയസ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ മൈക്രോ പ്രൊസസ്സർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺട്രോൾ ബസ്. ഒരുപാട് ഓപ്പറേഷൻസ് എന്ത് ചെയ്യുന്നത്, മൈക്രോ പ്രൊസസ്സർ നടക്കുന്നത് ദ ഹെൽപ്പ് ഓഫ് കൺട്രോൾ ബസ്സാണ്. കൺട്രോൾ ബസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോ പ്രൊസസ്സറിൻ്റെ ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നത്. സം കൺട്രോൾ സിഗ്നൽസ് റീഡ്, റൈറ്റ്, ഓഫ് കോഡ് ഫെച്ച്. ഓഫ് കോഡ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓപ്പറേഷൻ കോഡ് ഫെച്ച് എന്നാണ്. ഓക്കെ, ഡാറ്റ റീഡ് ചെയ്യുക, റീഡിങ്, റൈറ്റിങ്, ഓപ്പറേഷൻ കോഡ് ഫെച്ചിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താണ്, കൺട്രോൾ ബസ്സിലൂടെ നടക്കുന്നത്. ഇറ്റ് ഈസ് എ ഡെഡിക്കേറ്റഡ് ബസ് ബിക്കോസ് ഓൾ ടൈം സിഗ്നൽസ് ആൻഡ് ജനറേറ്റഡ് അക്കോർഡിംഗ് ടു കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, കൺട്രോൾ സിഗ്നൽസും ടൈം ഡിലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ മെയിനായിട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ടൈം ആൻഡ് സിൻക്രണൈസേഷൻ സിഗ്നൽസ്. കറക്റ്റായിട്ടുള്ള ടൈം കൊടുക്കുക, അതേപോലെ തന്നെ സിഗ്നൽസ് ആയിട്ട്, അതായത് ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, സിൻക്രണൈസേഷൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് കൺട്രോൾ ബസ്സിൻ്റെ മെയിനായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മൈക്രോ പ്രൊസസ്സറിൻ്റെ ഓർഗനൈസേഷൻ ഡയഗ്രാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അല്ലേ. ബസ്സിൻ്റെ ഓർഗനൈസേഷൻ ഡയഗ്രാമാണ് ഇത്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ബസ് 8085ൻ്റെ ഓർഗനൈസേഷൻ ഡയഗ്രാം എന്താണ് എന്നുള്ളത് പറഞ്ഞു. അതിൽ 3 ടൈപ്പാണ് വരുന്നത്, അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, കൺട്രോൾ ബസ്. ഓക്കെ, 3 ബസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആർക്കിടെക്ചർ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.